അപകടങ്ങളിൽ കാൽ നഷ്ടമായ 50ഓളം പേർക്ക് ഫൊക്കാന കേരള കൺവെൻഷനോടനുബന്ധിച്ച് നടത്തിയ കൃത്രിമ കാൽ വിതരണം മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമായി ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൃത്രിമ കാലുകൾ വിതരണം ചെയ്തത് ന്യൂയോർക്കിൽ നിന്നുള്ള മനുഷ്യസ്നേഹിയായ ജോൺസൺ സാമുവലാണ്. ഫൊക്കാന കൺവെൻഷൻ വേദിയിൽ ജോൺസൺ സാമുവൽ പകർന്നു നൽകിയത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പാതി വഴിയിൽ നിലച്ചുപോയ ഒരു കൂട്ടം മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് നടന്നു കയറുവാനുള്ള പ്രതീക്ഷകളുടെ കാൽച്ചുവടുകളാണ്. സൊസൈറ്റിയുടെ ചുക്കാൻ പിടിക്കുന്ന അമേരിക്കൻ മലയാളിയായ ജോൺസൺ സാമുവൽ എന്ന മനുഷ്യസ്നേഹിയുടെ സാന്നിധ്യത്തിൽ മുൻ വൈസ് ചാൻസലറും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവുമായ ഡോക്ടർ സിറിയക് തോമസ്, ഗോപിനാഥ് മുതുകാട്, രാജു എബ്രഹാം, എക്സ്-MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിൽ, മാമൻ സി ജേക്കബ് ഉൾപ്പെടെയുള്ളവരെയും വലിയൊരു സദസ്സിനെയും സാക്ഷി നിർത്തി കാലുകൾ നഷ്ടപ്പെട്ട നിരവധി പേർക്ക് കൃത്രിമ കാലുകൾ നൽകി. വാസ്തവത്തിൽ ഇത് കൃത്രിമ കാലുകളല്ല, അറ്റുപോയ പാദങ്ങൾക്ക് പകരമുള്ള ജീവസുറ്റ സ്നേഹത്തിന്റെ കാലുകളാണിതെന്നും ഈ കാലിന്റെ സുവിശേഷം എഴുതിയ ജോൺസൺ സാമുവലിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഡോക്ടർ സിറിയക് തോമസ് ആശംസിച്ചു. ഇദ്ദേഹം വെറും സാമുവൽ അല്ല, സാമുവൽ ദ ഗ്രേറ്റ് ആണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരുട്ടിലായെന്ന് കരുതിയ ജീവിതങ്ങളെ പ്രകാശത്തിന്റെ പുതിയ ലോകത്തേക്ക് വഴി നടത്തിയ ലൈഫ് ആൻഡ് ലിം പദ്ധതിയിൽ ഫൊക്കാനയ്ക്ക് സഹകരിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നുവെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി പറഞ്ഞു. പലവിധ അപകടങ്ങളിൽ കാലുകൾ മുറിച്ചുമാറ്റപ്പെട്ട ഹതഭാഗ്യർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള കൃത്രിമ കാലുകൾ നൽകി അവർക്ക് ചലനശേഷിയും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് പദമൂന്നാനും സഹായിക്കുന്ന പദ്ധതിയാണ് ലൈഫ് ആൻഡ് ലിം. മാവേലിക്കരയിലെ വെട്ടിയാർ സ്വദേശിയായ ജോൺസൺ സാമുവൽ യാദർശികമായാണ് ഒരു ദൈവവിയോഗം പോലെ ഈ പദ്ധതിയുടെ സാരഥിയായി എത്തുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി ന്യൂയോർക്കിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. 2011 കുടുംബസമേതം കേരളത്തിലെത്തിയ ജോൺസൺ ഒരു യാത്രക്കിടെ ഏതോ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട് നടക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ഹതഭാഗ്യനെ കാണുകയും അദ്ദേഹത്തിന്റെ അവസ്ഥ ജോൺസൺ സാമുവലിനെ വൈകാരികമായി സ്വാധീനിക്കുകയും ചെയ്തു. ഇത്തരം ദുരിതം അനുഭവിക്കുന്നവരെ എപ്രകാരം സഹായിക്കാമെന്ന അദ്ദേഹത്തിന്റെ ചിന്ത എത്തി നിന്നത് അംഗവൈകല്യമുള്ളവർക്ക് കൃത്രിമ അവയവങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ജർമ്മൻ കമ്പനിയായ ഓട്ടോബുക്കിലാണ്. അങ്ങനെ സ്വന്തം പണം മുടക്കി 20 പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ വരുത്തി നൽകിയാണ് 2014 ജോൺസൺ ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയത്. ഇതുവരെ 344 പേർക്കാണ് അദ്ദേഹം കൃത്രിമ കാൽ നൽകി സഹായിച്ചത്. അവരെല്ലാം തന്നെ ഇപ്പോൾ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത്. ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് നടത്തിയ ഈ പദ്ധതി ഫൊക്കാന കേരള കൺവെൻഷന്റെ പൊതുവികാരമായി മാറി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.